പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. പുതിയ വിജ്ഞാപനങ്ങൾ വരികയാണ്. 54 തസ്തികകളിലേക്കാണ് PSC വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്നത്. നവംബർ 28-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയാണ്. ഡിസംബർ 31 വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധ്യമാകും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിജ്ഞാപനമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ അല്ലേ. 12 സർവകലാശാലകളിലേക്കാണ്, കേരളത്തിലെ 12 സർവകലാശാലകളിലേക്കാണ് നിയമനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിരുദ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 28-ാം തീയതി പ്രസിദ്ധീകരിക്കും. അത് അപ്ലൈ ചെയ്യണം. ഡിസംബർ 31, 2025 വരെ നമുക്ക് അവസാന തീയതിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം മറ്റ് വിജ്ഞാപനങ്ങളെ കുറിച്ചൊക്കെ ഒന്നറിയാം. അപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് PSC നവംബർ 28-നാണ്. അവസാന തീയതി ഡിസംബർ 31, 2025 സംസ്ഥാനത്തെ 12 സർവകലാശാലകളിലേക്കുള്ള അസിസ്റ്റന്റ് വിജ്ഞാപനമാണ് നവംബർ 28-ന് PSC പുറപ്പെടുവിക്കുന്നത്. ബിരുദമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തത്തുല്യ യോഗ്യതകളും പരിഗണിക്കും. അതുപോലെ തന്നെ പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതിയോ ഉൾപ്പെടെയാണ്. പട്ടികജാതി വിഭാഗക്കാർക്കും അതേപോലെ പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കൊക്കെ നിയമാനുസൃത വയസ്സിളവൊക്കെ ലഭിക്കും. പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് 5 വർഷവും OBC മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷമൊക്കെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, പ്രതീക്ഷിത ഒഴിവുകളാണ്. അപ്പോൾ 2 ഘട്ട പരീക്ഷയാണ്. ഇതിനകത്ത് അറിഞ്ഞിരിക്കണം 2 ഘട്ട പരീക്ഷയാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ കലണ്ടർ PSC കലണ്ടർ 2026 കലണ്ടർ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിലെ എക്സാമിനെ കുറിച്ച് ഉണ്ടാകും. അപ്പോൾ നിലവിലെ നിയമന നില എന്ന് പറഞ്ഞത് 278 നിയമന ശുപാർശകൾ 12 സർവകലാശാലകളിലേക്കായിട്ട് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിലവിലത്തെ റാങ്ക് പട്ടികയുടെ കാലാവധി 2027 മാർച്ച് 10 വരെയാണ് കാലാവധി. മുൻപ് 13 സർവകലാശാലകളായിരുന്നു അസിസ്റ്റന്റ് നിയമനം. പിന്നീടാണ് ഇതിപ്പോൾ 12 സർവകലാശാലയാക്കി മാറ്റിയത്. അതായത് നിയമ സർവകലാശാലയിലെ നിയമനങ്ങൾ PSCയിൽ നിന്ന് ഒഴിവാക്കി സംസ്ഥാന സർക്കാർ ഉത്തരവൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമ സർവകലാശാല ഒഴിച്ച് കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ, കുസാറ്റ്, കാർഷിക, സാങ്കേതിക, ഫിഷറീസ്, ആരോഗ്യം, വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ്, ശ്രീ ശങ്കര സംസ്കൃതം, മലയാളം എന്നിവയാണ് ഈ സർവകലാശാലകൾ വരുന്നത്. അതുപോലെ തന്നെ 294 പേർക്ക് ഇപ്പോൾ നിയമന ശുപാർശ അയച്ചിട്ടുണ്ട്. 278 മാറിയപ്പോൾ 294 പേർക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാതെ അറിഞ്ഞിരിക്കണം പോലീസ് സബ് ഇൻസ്പെക്ടറുടെ വിജ്ഞാപനം വരുന്നുണ്ട്. ഈ പോലീസ് സബ് ഇൻസ്പെക്ടർ ഡിഗ്രി തലത്തിലുള്ള തസ്തികയാണ്, ബിരുദതല തസ്തികയാണ്. അതിനും 2 ഘട്ട പരീക്ഷയുണ്ടാവും. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, പോലീസ് വകുപ്പിലെ ആംഡ് പോലീസ് ബറ്റാലിയനിലെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്. ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ സർവകലാശാലയിലെ ഇലക്ട്രീഷ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ട്രെയിനിങ് കോളേജിലാണ് അസിസ്റ്റന്റ് പ്രൊഫസർ. അതുപോലെ തന്നെ ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസിലും അങ്ങനെ കുറേയധികം വിജ്ഞാപനങ്ങൾ, NCA വിജ്ഞാപനങ്ങളും ഉണ്ടാകും ജില്ലാ തലത്തിലും. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും NCA വിജ്ഞാപനങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 54 വിജ്ഞാപനങ്ങളാണ്, 54 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനങ്ങളാണ് പുറപ്പെടുവിക്കാനായിട്ട് പോകുന്നത്. മെയിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യുന്ന സർവകലാശാല അസിസ്റ്റന്റ് ആയിരിക്കും. ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഈ ചാനൽ വഴി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ പോലീസ് ഇൻസ്പെക്ടർ വിജ്ഞാപനവും, ഇത് രണ്ടുമാണ് മെയിനായിട്ട് കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ബിരുദ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായും ഈ അവസരം പ്രയോജനപ്പെടുത്തണം. എന്തായാലും ഡിസംബർ 31 അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. നവംബർ 28-ന് വിജ്ഞാപനം PSC സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് എന്തായാലും അപേക്ഷിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത
ഇനി ഇതിന്റെ റിലേറ്റഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, അതായത് സബ്ജക്ട് വൈസ്, അതായത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. എന്തായാലും ഈ വീഡിയോ വാച്ച് ചെയ്തതിന് വളരെയധികം നന്ദി. താങ്ക്